നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി. നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വമ്പായം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. 2024 ആഗസ്റ്റ് മാസം 16-ാം തീയതി രാത്രി 7:45 നമ്മുടെ സൂര്യൻ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് 2024 ആഗസ്റ്റ് 17-ാം തീയതിയാണ് മലയാളം 1-ാം തീയതി ആചരിക്കുന്നത്. ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള 12 മാസങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണങ്ങളും ഭാഗ്യങ്ങളും കിട്ടും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം ആദ്യഘട്ടങ്ങളിൽ ഇത്തിരി വിഷമതകളും ദോഷങ്ങളൊക്കെയാണ്. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, നമുക്ക് 2025 മാർച്ച് മാസം വരെ ശനി 10 നിൽക്കുന്ന സമയമാണ്. അത് കണ്ടക ശനിയാണ്. അപ്പം ശനി 10 നിൽക്കണമെങ്കിലും ശശമഹായോഗം പോലുള്ള ഗുണങ്ങൾ ജാതകത്തിലുള്ളതുപോലെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സമയമാണ്. അപ്പോൾ ശനി 10 നിൽക്കുമ്പോൾ നമുക്ക് ശശയോഗത്തിൻ്റെ ഫലം സസ്താ സർവജനൈസ് വൃത്യ ബലവാൻ രാമാദിവോ വാധവോ ദാദാ കുടുംബശ്രീയാഹ ഉത്കൃഷ്ടഗുണോ ധനീസുതവധു ഭാഗ്യാന്യതോ വർദ്ധിതോ എന്നാണ്. സജ്ജന ബഹുമാനം ഉണ്ടാവും, എല്ലാവരുടെയും പ്രീതിയും സഹായമൊക്കെ കിട്ടും. സർവജനൈസു സജ്ജന ബഹുമാനം. കൃത്യന്മാരെന്ന് വെച്ചാൽ തൊഴിലാളികളെ കൊണ്ടുപോലും പ്രവർത്തിക്കുന്ന ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട് ഇതിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും. സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ബിസിനസ്സുകളോ പ്രവർത്തികളോ ആരംഭിച്ചാൽ അതിലും നമുക്ക് മെച്ചം കിട്ടും. കുടുംബശ്രീ, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും. കുടുംബ ബന്ധുക്കളൊക്കെ സ്നേഹിച്ച് യോജിച്ചൊക്കെ വരും. ഉത്കൃഷ്ടമായ വളരെ ഗുണങ്ങളും ധനലാഭങ്ങളും സുത സന്താനങ്ങളും ഭാര്യയും കുടുംബജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ഒക്കെ കിട്ടുമെന്നാണ് ഈ ശശമഹായോഗത്തിൻ്റെ ഫലം. വേഴം നമ്മൾ ജനിച്ച കൂറിലാണ് കഴിഞ്ഞ മെയ് മാസം മുതൽ. ഈ കൊല്ലം 2025 മെയ് വരെ വേഴം 1-ലും അത് കഴിഞ്ഞാൽ 2-ലും വരും. അപ്പോൾ 1 നിന്നാലും 2 നിന്നാലും നമുക്ക് വളരെ ഗുണമാണ്. വേഴം 1 നിൽക്കുമ്പോൾ സുഖസ്ഥിതി സുഖസ്ഥിതിയും ജയവും ആരോഗ്യവും അർത്ഥസമ്പത്തും കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ട് നമുക്കൊരു കാലത്തും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വസ്തുവും കെട്ടിടവും വാഹനവും ജോലിയും അധികാരവും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയവും. വേറെ സന്താനകാരകൻ, ധനകാരകൻ, ഭാഗ്യകാരകനാണ്. സന്താനത്തിനും ഭാഗ്യത്തിനും ഒക്കെ പുരോഗതി. ഈശ്വര കർമാനുഷ്ഠാനങ്ങളിൽ നമുക്ക് വളരെയധികം താല്പര്യം. അമ്പലങ്ങളും ദേവകാര്യങ്ങളും പുണ്യകാര്യങ്ങളും ചെയ്യാനുള്ള യോഗവും. അങ്ങനെ ശരീരത്തിനും ജീവിതത്തിനും സമ്പത്തിനും സന്തതിക്കും വളരെ ഐശ്വര്യം ഉണ്ടാക്കി തരുമെന്നാണ് വേഴം 1-ലും 2-ലും നിൽക്കുന്ന സമയം. ഈ 2025 മാർച്ച് മാസം മുതൽ ശനി ഈ ഇടവ രാശിക്കൂറുകാർക്കും രോഹിണി നാളുകാർക്ക് 11-ലാണ് വരുന്നത്. അപ്പോഴാണ് ഒരു 0 ആയിട്ടിരുന്നൊരു മനുഷ്യൻ 0 ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം കണ്ടകശനി ഉള്ളത് കൊണ്ട് വീട് വയ്ക്കാൻ തടസ്സം, ജോലിക്ക് തടസ്സം, ശത്രുക്കൾ, എന്നാൽ ജോലി പ്രൊമോഷനൊക്കെ കിട്ടുമെങ്കിലും അയ്യോ അത് വേണ്ടിയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്, ഇരട്ടി ജോലി, കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മളെ ജോലികളൊന്നും ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റണില്ല. പിന്നെ വേറെ ചില കാര്യങ്ങളുമായിട്ട് ബാങ്ക് മുതലായ കാര്യങ്ങളാണെങ്കിലും അവരുടെ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉത്തരവാദിത്വം പിടിച്ച വലിയ ബാധ്യതകൾ അല്ലെങ്കിൽ വലിയ പ്രവൃത്തികൾ നമ്മളെ മണ്ടേ വന്ന് കയറുമ്പോൾ ജോലി വരെ വേണ്ടാന്ന് തോന്നിപ്പോൾ. അതുകൊണ്ട് അങ്ങനെയുള്ള അക്രമങ്ങളൊന്നും കാണിച്ചു കളയരുത്. നമ്മളിവിടെ ചെന്നാലും ജോലി ചെയ്താലേ പൈസ കിട്ടൂ, പൈസ കിട്ടിയാലേ ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ ഇരിക്കും. ഒരുപാട് പേരുടെ വിരോധവും അധികാരികളുടെ ഭീഷണി, ശത്രുതയും ഒക്കെ വന്ന് ജോലി വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്ന സമയം, ജോലി വരെ ചിലവർക്ക് നഷ്ടപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. പിന്നെ വിദേശത്ത് ജോലി ചെയ്യണവർ ആ രാജ്യം വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നും.
അപ്പോൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് സമയം നല്ലതായിരിക്കുമ്പോൾ നല്ല നേട്ടവും ഭാഗ്യവും ഐശ്വര്യമൊക്കെ കിട്ടും. അപ്പോൾ സമയം നമുക്ക് അനുകൂലമാണ്. തടസ്സങ്ങളുണ്ട്, അതിന് പരിഹാരം ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലതാണ്. കൂടുതലും ശാസ്താവ്, ഹനുമാൻ, കാലഭൈരവൻ, ശിവൻ, കുടുംബദേവന്മാരെയൊക്കെ ഒന്ന് ഭജിക്കുമ്പോൾ നമുക്ക് നല്ല ദൈവാനുഗ്രഹം കിട്ടും. അതുകൊണ്ട് വലിയ ദോഷങ്ങൾക്ക് ശമനം കിട്ടും, നല്ലത് വരും. അപ്പോൾ നമ്മൾ പരിഹാര പൂജകളെല്ലാം ചെയ്യണമെങ്കിൽ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, ഐശ്വര്യ പൂജ, ശത്രുന്മാരുടെ പൂജയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടും. ദശാകാല ദോഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ചില ജാതകത്തിൽ ജീവിതത്തിൽ ഒരുപാട് കഴിവുണ്ടായിരുന്നാലും ഭാഗ്യമില്ലാത്ത ആൾക്കാർ, ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ജ്യോത്സ്യന്മാർ എത്രയും നല്ലതെന്ന് പറഞ്ഞാലും ഒരു ഗുണവും കിട്ടാത്ത തരത്തിൽ വിഷമങ്ങളുണ്ടായിപ്പോൾ അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് വിധിയെയും മതി കൊണ്ട് വെല്ലലാന്നാണ്. നമുക്ക് ജാതകത്തിൽ ദോഷമാണ്, ജീവിതത്തിൽ ദോഷമെന്നുകൊണ്ട് വിഷമിക്കുന്ന സമയം കിട്ടുമ്പോഴേക്ക് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്ന, അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുവാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് ജപമൊക്കെ നടത്തിയ കുറേ ദൈവീകപരമായ ചൈതന്യങ്ങൾ നമ്മളെ മനസ്സിൽ കൂടും. ജീവിതത്തിൽ നല്ലത് വരും, ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകും. അപ്പം കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും അമാവാസി ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. അവിടെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയവും, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകം, പൂജകളും കർമ്മങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നൊന്ന് തൊഴുതാൽ വളരെ നല്ലതായിരിക്കും. കാരണം വലിയ ഗ്രഹപ്പിഴകളോ, കുടുംബദോഷങ്ങളോ, ദേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, പിതൃശാപം ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറിക്കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും. കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും തകർന്നു പോവാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കണം. കാരണം രോഹിണി നക്ഷത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാളാണ്. അതുകൊണ്ട് കൃഷ്ണൻ്റെ ബന്ധുക്കൾ കംസൻ ഉൾപ്പെടെയുള്ളവർ ജനിച്ചപ്പോഴേ കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് നടന്നവരാണ്. അതുകൊണ്ട് ബന്ധുബലം കുറവാണ്. എന്നാൽ നമുക്ക് ഒരുപാട് സ്നേഹിതരെ കൊണ്ട് സഹായം കിട്ടും. പലവരും ബന്ധുക്കളെക്കാളും കൂടുതൽ സ്നേഹം മറ്റുള്ളവരിൽ നിന്നാണ് എനിക്ക് കിട്ടണമെന്ന് തോന്നി മറ്റുള്ളവരോട് സ്നേഹവും ഇഷ്ടവും തോന്നുമ്പോഴാണ് കുടുംബവും ബന്ധുവും ഭാര്യയും ഭർത്താവും ഒക്കെ തെറിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരാതിരിക്കാൻ നിങ്ങളെ ബന്ധുക്കളെയും വീട്ടിലുള്ളവരെ സ്നേഹിച്ച് ജീവിച്ചാൽ അതായിരിക്കും ഏറ്റവും സന്തോഷജനകമായ കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഭാഗ്യങ്ങളും സ്വസ്ഥതകളും സമാധാനങ്ങളും സ്നേഹങ്ങളും ഒക്കെ കിട്ടുന്നത്. നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.